നമ്മൾ വീണ്ടും മുഖത്തേക്കാണ് പോകുന്നത്. ദോഹയിലും കുവൈത്തിലും അബുദാബിയിലും ദുബായിലും ഇന്ന് ഇറാന്റെ ആക്രമണമുണ്ടായി. ബഹ്റൈന് നേർക്കും കടുത്ത ആക്രമണമാണ് ഇറാൻ നടത്തിയത്. കുവൈത്തിലെ US എംബസിയിലും അഹമ്മദി റിഫൈനറിയിലും UAയിലെ ആമസോൺ ഡാറ്റാ സെന്ററിലും ആക്രമണമുണ്ടായി. GCCയിലെ സുപ്രധാന വാണിജ്യ കേന്ദ്രങ്ങളെയും തുറമുഖങ്ങളെയും ലക്ഷ്യമിട്ട് ഇന്നും ഇറാന്റെ ഡ്രോണുകൾ എത്തി. ആക്രമണം തുടർന്നാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് അമേരിക്കയും GCC രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ ഇറാന് മുന്നറിയിപ്പ് നൽകി. ഫൈബർ ജെറ്റുകൾ വിന്യസിച്ച ആക്രമണത്തെ പ്രതിരോധിക്കാനാണ് ഖത്തറിന്റെ നീക്കം. തുടരാക്രമണ സാധ്യതയുണ്ട് എന്നാണ് കുവൈറ്റിലെ US എംബസിയുടെ മുന്നറിയിപ്പ്. രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, വിവിധ GCC രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച ഇറാൻ ഇന്ന് സർവ്വസംഹാര ശേഷിയോടുകൂടിയുള്ള ആക്രമണ പരമ്പരകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് GCCയും അമേരിക്കയും ഇസ്രായേലും അടക്കം ഇതിനോട് പ്രതികരിക്കുന്നത്? തീർച്ചയായും അത് പ്രധാനമായും ഗൾഫ് മേഖലകളെ കേന്ദ്രീകരിച്ച് തന്ത്രപ്രധാന മേഖലകളെയും ഒപ്പം തന്നെ എണ്ണ കേന്ദ്രങ്ങളെയും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇറാൻ ഇന്ന് ആക്രമണം അയച്ചുവിട്ടത്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ, ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ് സൗദിയിലുണ്ടായ ആക്രമണം. അരാംകോയ്ക്ക് നേരെ നടന്ന വലിയ തോതിലുള്ള ആക്രമണം, അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ കുവൈറ്റിലും ഇത്തരത്തിൽ ഉള്ള ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇതിന് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തയാണ് നമ്മൾ അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്തത്. ഒമാനിൽ നിന്ന് വരുന്ന വാർത്ത. ഒമാനിലെ എണ്ണ ടാങ്കറിന് നേരെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണം ഉണ്ടായത്. ആ ആക്രമണത്തിൽ ഈ കപ്പലിന്റെ എഞ്ചിൻ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ എഞ്ചിൻ ഭാഗത്ത് തീ പിടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനൊരു ഇന്ത്യക്കാരന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അക്കാര്യമാണ് ഏറ്റവും ഒടുവിലായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ബഹ്റിനിലും സമാനമായ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഇനി നമ്മൾ UAയിലേക്ക് വന്നാൽ, UAയിലും വിവിധ ഭാഗങ്ങളിൽ ആക്രമണം ഉണ്ടായി എന്നത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇവിടുത്തെ അബുദാബി മീഡിയ ഓഫീസും അതുപോലെ തന്നെ UAE ഭരണകൂടവും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അബുദാബിയിലുണ്ടായ ആക്രമണത്തെ അതിശക്തമായി ചെറുത്തു, അല്ലെങ്കിൽ ഡ്രോണുകളൊക്കെ നിർവീര്യമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അബുദാബിയിൽ ഉണ്ടായ ഈ ഡ്രോണുകളെ ചെറുക്കുന്നതിനിടയിൽ അവിടെ ഒരു വ്യാപാര കേന്ദ്രത്തിനും ഒപ്പം തന്നെ ഗോഡൌണിനും ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളും UAE ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള ആളപായം ഉണ്ടായിട്ടില്ല എന്നും പറയുകയാണ്. പിന്നെ അതിന് പിന്നാലെ വന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് റാസൽ ഖൈമയിൽ നിന്നാണ്. റാസൽ ഖൈമയിലും ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഡ്രോൺ ആക്രമണമുണ്ടായി. പക്ഷേ ആ ആക്രമണത്തെയും അതിശക്തമായി ചെറുത്തു എന്നാണ് റാസൽ ഖൈമയും ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഗൾഫ് മേഖലകളെ കേന്ദ്രീകരിച്ച്, പ്രധാനമായും ഗൾഫിന്റെ തന്ത്രപ്രധാനമായ മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപക ആക്രമണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. തുടക്കത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണം പ്രധാനമായും ഇറാനിൽ നടക്കുന്ന ആക്രമണങ്ങളും വലിയ ശക്തിയുള്ളതാണ്. ഇപ്പോൾ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ആശുപത്രി കെട്ടിടത്തിലേക്ക് തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അബേദിൻ എന്ന സ്ഥലത്താണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആശുപത്രി കെട്ടിടത്തിന്റെ ഒരു ഭാഗം മാത്രമേ നിലവിൽ അവശേഷിക്കുന്നുള്ളൂ. തീർച്ചയായും വലിയ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വാർത്ത, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വലിയ തോതിലുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ശക്തമായ ആക്രമണം ഉണ്ടാകുന്നു. സമാനമായ രീതിയിൽ തന്നെ മറ്റ് ഗൾഫ് മേഖലകൾ കേന്ദ്രീകരിച്ചും ഇറാൻ അതിശക്തമായ ആക്രമണം അയച്ചുവിടുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാധു, ശരി, രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള ആക്രമണ പരമ്പരകൾ തന്നെ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ വരെ പുറത്തു വന്നിരിക്കുന്ന ആളുകൾക്കുണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ആധികാരികമായി യുദ്ധമുന്നണിയിൽ നിന്ന് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായിരിക്കുന്നത് ഇറാനിൽ തന്നെയാണ്. 555 ആളുകളാണ് അവിടെ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അൽ ജസീറയിൽ തന്നെ വിവിധ ഏജൻസികളെ അധികരിച്ചുകൊണ്ട് അത്തരം വിവരങ്ങൾ വരികയാണ്. ലെബനനിൽ നടന്ന ആക്രമണത്തിൽ 13 പേരാണ് മരിച്ചത്. 149 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇറാഖിൽ 2 പേരുടെ മരണവും 5 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി. കുവൈത്തിൽ ഒരാളാണ് മരിച്ചത്. 32 പേർക്കാണ് പരിക്കേറ്റത്. ബഹ്റൈനിലും ഒരു മരണമുണ്ടായിരിക്കുന്നു. 4 പേർക്കാണ് അവിടെ പരിക്കേറ്റത്. ഖത്തറിൽ 16 പേർക്ക് പരിക്കേൽക്കുന്നു. UAയിൽ ഇന്നലെ 3 പേർ കൊല്ലപ്പെട്ടു. 58 പേർക്കാണ് പരിക്കേറ്റത്. ഒമാനിൽ തുടരെ നടന്ന ആക്രമണങ്ങളിൽ 5 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇനി US സർവീസ് മെമ്പേഴ്സായ 3 പേർ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത്രത്തോളമാണ് ഇതുവരെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങളും ഇറാൻ നടത്തിയ ആക്രമണങ്ങളും ഉണ്ട്.
അതിൽ കൊല്ലപ്പെട്ടത് ഇറാനിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മരണമുണ്ടായിരിക്കുന്നത്. അത് 555 പേരുടെ മരണമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഒരു യുദ്ധമുഖത്ത് ജീവനാശം ഉണ്ടാവുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ തന്ത്രപ്രധാന മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ്. യുദ്ധത്തിന് എന്തു നീതി അല്ലെ? അത് ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.